നടി ആക്രമിക്കപ്പെട്ട കേസ് വിധി വരാനിരിക്കെ അതിജീവിതയ്ക്കു വേണ്ടി സംസാരിക്കുന്നവർ ഏറെയാണ്. കേരളത്തിലെ വലിയൊരു ശതമാനം ജനവും അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന്, എന്നാൽ 8ാം പ്രതി ദിലീപ് നിരപരാധിയാണെന്ന് വാദിക്കുന്നവരും മറ്റൊരു വിഭാഗമാണ്. 8.5 വർഷമാണ് കേസ് നീണ്ടുപോയത്. ഇതിനിടയിൽ പല സംഭവ വികാസങ്ങളും നടന്നിട്ടുമുണ്ട്. അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയ മൊഴി ചിലർ മാറ്റിപ്പറഞ്ഞു. നീതി ലഭിക്കുന്നില്ലെന്ന് പ്രതീതി ജനങ്ങൾക്കിടയിൽ വന്നപ്പോഴാണ് ബാലചന്ദ്രകുമാറിന്റെ കടന്നുവരവ്. ദിലീപിനെതിരെ ശക്തമായ തെളിവുമായി ഇയാൾ കൊണ്ടുവന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കേസിൽ എന്തുകൊണ്ടും നിർണായകമായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ കടന്നുവരവ്. കേസിൽ ദിലീപിന് അനുകൂലമായി മൊഴി മാറ്റിയവരെക്കുറിച്ച് ബൈജു കൊട്ടാരക്കര പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കാവ്യ നീതിയെന്നും കാലത്തിന്റെ നീതിയെന്നും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊരു സത്യമാണെന്ന് ഇപ്പോൾ വിശ്വസിച്ചു പോകും. മൊഴിമാറ്റിയ ഇടവേള ബാബു പിന്നീട് ലോകമറിയുന്ന തരത്തിൽ വളരെ നാണം കെട്ട കേസുണ്ടാക്കി. മുകേഷിനെതിരെ 2-3 ആളുകൾ കേസ് കൊടുത്തു. ആ കേസ് നാറ്റക്കേസായി മുകേഷിന് തല കുനിക്കേണ്ട അവസ്ഥ വന്നു. സിദ്ദിഖിനെതിരെ ബലാത്സംഗത്തിന് പരാതി കൊടുത്തു. പിന്നീട് ഭാമയാണ്. ഭാമയുടെ കാര്യവും ആകെ തകർന്ന് തരിപ്പണമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഓരോരുത്തരും മൊഴി മാറ്റി പറഞ്ഞവർക്കെല്ലാം കാലം എന്തോ കരുതി വെച്ചിരുന്നു എന്ന് ബൈജു കൊട്ടാരക്കര പറയുകയാണ്. ഭാമയുടെ മൊഴിമാറ്റത്തെക്കുറിച്ച് ബൈജു കൊട്ടാരക്കരയെപ്പോലെ നിരവധി പേർ സംസാരിച്ചിട്ടുമുണ്ട്. അതിജീവിതയെ ഞെട്ടിച്ചതും ഏറെ വിഷമിപ്പിച്ചതുമായ മൊഴിമാറ്റമായിരുന്നു ഭാമയുടേത്. കാരണം ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. 2013 അമ്മ ഷോയിൽ അതിജീവിതയും ദിലീപും തമ്മിലുണ്ടായ പ്രശ്നത്തിലെ സാക്ഷിയാണ് ഭാമയെന്നാണ് ആദ്യം അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. എന്നാൽ കോടതിയിൽ ഭാമ മൊഴി മാറ്റുകയായിരുന്നു. മറ്റൊരാൾക്ക് നിങ്ങളുണ്ടാക്കിയ വിഘാതം നിങ്ങൾക്ക് സംഭവിക്കുന്നത് വരെ അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കർമ്മ എന്നാണ് ഭാമ മൊഴിമാറ്റിയ ദിവസം അതിജീവിത സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സിനിമാ രംഗത്തെ നിരവധി പേർ അന്ന് ഭാമയ്ക്കെതിരെ സംസാരിച്ചു. രേവതി, റീമ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ തുടങ്ങിയവരെല്ലാം ഭാമയ്ക്കെതിരെ സംസാരിച്ചു.